എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പാലിലെ ജലത്തിന്റെ തോതളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ ജലത്തിന്റെ തോതളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിലെ ജലത്തിന്റെ തോതളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം. ആൻസർ കൊൽക്കത്ത. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവണ്ണൂർ കോട്ടൺ മില്ല് സമരം നടന്ന ജില്ല. തിരുവണ്ണൂർ കോട്ടൺ മില്ല് സമരം നടന്ന ജില്ല. ആൻസർ കോഴിക്കോട്. അപ്പൊ തിരുവണ്ണൂർ കോട്ടൺ മില്ല് സമരം നടന്ന ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ആൻസർ പണിയർ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? പണിയർ. അപ്പൊ തിരുവണ്ണൂർ കോട്ടൺ മില്ല് സമരം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ദേശീയ ജലപാതകളുടെ എണ്ണം. ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ദേശീയ ജലപാതകളുടെ എണ്ണം. ആൻസർ 111. അപ്പൊ ഇന്ത്യയിൽ 111 ദേശീയ ജലപാതകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആശ്രാമം കായൽ കേരളത്തിലെ ഏത് കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആശ്രാമം കായൽ കേരളത്തിലെ ഏത് കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ അഷ്ടമുടി കായൽ. അപ്പൊ ആശ്രാമം കായൽ കേരളത്തിലെ ഏത് കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അഷ്ടമുടി കായൽ. ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത്. ആൻസർ 1967. അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ. ആൻസർ ഫക്രാനങ്കലും ഹിരാഗുഡും. അപ്പൊ ഫക്രാനങ്കലും ഹിരാഗുഡും നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വികസന ബദലുകൾ എന്ന സംരംഭത്തിന് രൂപം നൽകിയ വ്യക്തി. വികസന ബദലുകൾ എന്ന സംരംഭത്തിന് രൂപം നൽകിയ വ്യക്തി. ആൻസർ അശോക് ഖോസ്ല. അപ്പൊ അശോക് ഖോസ്ലയാണ് വികസന ബദലുകൾ എന്ന സംരംഭത്തിന് രൂപം നൽകിയ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി. തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി. ആൻസർ സ്വേദനം. അപ്പൊ തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം. ആൻസർ 0. അപ്പൊ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്താണ്? 0. അടുത്ത ക്വസ്റ്റ്യൻ, വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. അപ്പം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം. MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം. ആൻസർ SI യൂണിറ്റ്. അപ്പം MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവം. മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവം. ആൻസർ ഇന്റർസ്റ്റേഷ്യം. അപ്പം മനുഷ്യ ശരീരത്തിലെ 80ാമത്തെ അവയവം ഇന്റർസ്റ്റേഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി. ആൻസർ റെനിൻ. അപ്പൊ പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പരമാവധി ഷെയർ ചെയ്യൂ. താങ്ക്